നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കേരള PSCയിലെ ഒട്ടനവധി ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, ഒട്ടനവധി വസ്തുതകളിലൂടെയും കടന്നുപോയി. ഇനി കുറച്ച് ചോദ്യങ്ങളും കൂടി ചെയ്ത് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികൾ, അങ്ങനെ ഒട്ടനവധി പേരെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ തരാനുണ്ട്. അതൊക്കെ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹോട്ട് ടോപ്പിക്സ് വൈസ് ആയി തരികയാണ്. ഒരു 10 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് ഏത് മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളൊരു സമീപനം. പക്ഷെ കുറച്ച് പോയിന്റുകൾ കൂടി കവർ ചെയ്യാനുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ 2025-ലെയും 2024-ലെയും ആ സമയത്ത് നമുക്ക് ചെയ്യാം. അപ്പം ഇത് അവസാനത്തെ ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് ചില പ്രധാനപ്പെട്ട സംഘടനകൾ അതിലൂടെ ഒന്നുകൂടി കടന്നു പോകാം. PSCക്ക് നിരന്തരം ആവർത്തിച്ചു വരുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കും. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PSC ഹബ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റും അതുപോലെ തന്നെ റിസോഴ്സുകളും ലഭിക്കും. സമത്വ സമാജം, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ, സമത്വ സമാജം അതിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടക്കം അവിടെയാണ്. സ്ഥാപിതമായ വർഷം 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, സമത്വ സമാജം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഓർത്തുവെക്കാൻ എളുപ്പമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ സാമൂഹിക പ്രസ്ഥാനങ്ങൾ വരുന്നത്. ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ടിലായിരിക്കും, 18 അതിൻ്റെ ഇരട്ടി എടുത്താൽ 1836, 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം, മാറിപ്പോകണ്ട, അത് ചാന്നാർ ലഹളയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ബംഗാലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ദളിത് പത്രം ഏതാണ്, സാധുജന പരിപാലിനിയാണ്. ഇങ്ങനെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ എടുത്തു വെച്ചോളൂ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ്. അതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ശുചീന്ദ്രത്താണ്, കന്യാകുമാരി ജില്ലയിലാണ്. ശുചീന്ദ്രത്താണ്, കന്യാകുമാരി ജില്ലയിലാണ്. കേരള നവോത്ഥാനം പറയുമ്പോൾ പ്രഥമ പരിഗണനീയൻ ആരെന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആർക്കും സംശയം ഉണ്ടാവില്ല. ശ്രീനാരായണ ഗുരുവിനുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒട്ടനവധി പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായ SNDP. ആ SNDP സ്ഥാപിതമാകുന്നത് 1903 അതായത് 20-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കാണേണ്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹമാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. അബ്രാഹ്മണർക്ക് അധികാരമില്ലാതിരുന്ന ശിവപ്രതിഷ്ഠ അന്നത്തെ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശിവന് 3 കണ്ണാണല്ലോ, ആ 3 ഇവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. 1903. മറ്റൊന്ന് ശൈവപ്രകാശ സഭയാണ്, തൈക്കാട് അയ്യയാണ്. ശൈവപ്രകാശ സഭ, തൈക്കാട് അയ്യ. സമത്വ സമാജം നമ്മൾ പഠിച്ചു. വൈകുണ്ഠസ്വാമികളാണ് 1836. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പത്രമാണത്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അയ്യങ്കാളിയെ നിങ്ങൾക്ക് മറന്നു പോകണ്ട. ഏതൊക്കെയാണത് അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ? ഒന്ന് വില്ലുവണ്ടി സമരം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നടന്ന വില്ലുവണ്ടി യാത്ര. മറ്റൊന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സമരമാണ് വെങ്ങാലൂർ കർഷക സമരം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരമാണ് വെങ്ങാലൂർ കർഷക സമരം എന്ന് അറിയപ്പെടുന്നത്. ഇതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. കല്ലുമാല സമരം, കല്ലുമാല വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്ന സമരം, അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത്, അതിന് ആശയപരമായ പ്രചോദനം നൽകിയത് വൈകുണ്ഠസ്വാമികളും, അച്ചിപ്പുടവ സമരവും
മുക്കുത്തി സമരവും നിങ്ങൾ ഓർക്കുക ആറാട്ടുപുഴ വേലായുധ പണിക്കരുമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദനാണ്. വാക്ക് വിദ്യ എന്നോർത്തു വെച്ചാൽ മതി. വാക് വിദ്യ, ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ 1917. 1907 സാധുജന പരിപാലന സംഘം 1907. 1917 ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം കഴിഞ്ഞാൽ ആനന്ദ മഹാസഭയുണ്ട്. അതിലൊരു ആനന്ദം ഉണ്ട്, ബ്രഹ്മാനന്ദം. ആനന്ദം എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി 1918 തൊട്ടടുത്ത വർഷം തന്നെ. ബ്രഹ്മാനന്ദ ശിവയോഗി 1918. 1917 ആത്മവിദ്യാസംഘം വരുമ്പോൾ തന്നെയാണ് സഹോദര സംഘം വരുന്നത്. സ്ഥാപകനെ ഓർക്കാൻ എളുപ്പമാണ്, സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. 1917 കുര്യാക്കോസ് ഏലിയാസ് ചവറ CMI എന്നും CMC എന്നും ഓർത്തു വെച്ചാൽ മതി. അതിൻ്റെ ഫുൾ ഫോം കാമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ. ഈ രണ്ടെണ്ണം ഓർത്തിരിക്കുക, കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. PRDS വളരെ പ്രധാനപ്പെട്ടതാണ്. പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ 1909. അപ്പം 1900 ആദ്യ ദശകത്തിൽ 1903 നിങ്ങൾ ഓർക്കുക, 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീധർമ്മ പരിപാലന യോഗം. അത് കഴിഞ്ഞാൽ 1907 അയ്യങ്കാളിയുടെ സാധുജന പരിപാലന യോഗം. അതും കഴിഞ്ഞാൽ 1909 വരുമ്പോൾ PRDS വരുന്നു, പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാം, മുസ്ലിം കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ അധികവും അത് മൊത്തം മുസ്ലിം ആയതുകൊണ്ട് പറയല്ല കേട്ടോ, ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ ഈഴവ സഭ ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകൂർ ഈഴവ സഭയും മലബാർ ഇക്കണോമിക് യൂണിയനും ഗ്രേറ്റർ ഈഴവ അസോസിയേഷനും മഹാ ഈഴവ സംഘം, ഈഴവ മഹാസഭയൊക്കെ ഡോക്ടർ പൽപ്പുവാണ്. എന്നാൽ ഈഴവ അസോസിയേഷൻ വരുമ്പോൾ TK മാധവൻ ഓർക്കുക. ഇപ്പോൾ SNDP വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുക. ഈഴവ സഭകൾ വരുമ്പോൾ നിങ്ങൾ പൽപ്പുവിനെ ഓർക്കണം. അത് മലബാർ ഇക്കണോമിക് യൂണിയൻ എന്നുള്ളത് കൂടി പൽപ്പുവിൻ്റേതാണ്. ഗ്രേറ്റർ ഈഴവ മഹാ അസോസിയേഷൻ അഥവാ മഹാ ഈഴവ സംഘം, ഈഴവ മഹാസഭ. ഗ്രേറ്റർ വരുമ്പോഴാണ് പൽപ്പു വരുന്നത്. വെറും ഈഴവ അസോസിയേഷനാണ് വരുന്നതെങ്കിൽ TK മാധവനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റി NSS മന്നത്ത് പത്മനാഭൻ 1914. ഇപ്പം SNDP വരുന്നത് 1903 നായർ സർവീസ് സൊസൈറ്റി വീണ്ടും 11 കൊല്ലം കഴിഞ്ഞ് 1914. ഇത്തരം സംഘടനകൾക്കൊക്കെ പ്രചോദനമാകുന്നത് SNDP തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനകളാണ് നമ്മൾ പ്രധാനമായും ഓർക്കേണ്ടത്. എളുപ്പമാണ്. ചന്ദ്രനും സൂര്യനും ഉദിക്കലും ഒക്കെയുണ്ട്. സുധർമ്മ സൂര്യോദയവും ജ്ഞാനോദയവും കല്യാണദായിനി സമയവും അരയ വംശ ഉദ്ധരണി സഭയും അരയ സമാജവും അഖില കേരളം അരയ മഹാസഭയും ഒക്കെ തന്നെ പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാൽ ഓർക്കുക, പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനും കൂടി ചേർന്നതാണ് കൊച്ചിൻ പുലയ മഹാസഭ എന്ന് പറയുന്നത്. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനും കൂടി ചേർന്നാണ് സംഘടിപ്പിച്ചത്. സമസ്ത കേരള അരയ മഹാജന യോഗം ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. അരയ വംശ പരിപാലന യോഗവും വേലുക്കുട്ടി അരയനാണ്. അരയർ സർവീസ് സൊസൈറ്റിയും ആരനെയാണ്? വേലുക്കുട്ടി അരയൻ തന്നെയാണ്. അപ്പം അരയൻ എന്ന് വരുമ്പോൾ നിങ്ങൾ ആരെ മാത്രം ഓർത്താൽ പോരാ, പണ്ഡിറ്റ് കറുപ്പനെ മാത്രം ഓർത്താൽ പോരാ. പണ്ഡിറ്റ് കറുപ്പൻ സഭയും സമാജവുമാണ് ഉണ്ടാക്കിയതെങ്കിൽ, അരയ വംശോദ്ധാരണി സഭയും അരയ സമാജവുമാണ് ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾ ഓർക്കുക, യോഗം വരുമ്പോൾ അവിടെ വേലുക്കുട്ടി അരയനാണ്. യോഗം വരുമ്പോൾ, അരയ യോഗങ്ങൾ വരുമ്പോൾ വേലുക്കുട്ടി അരയനാണ്. അരയ സർവീസ് സൊസൈറ്റിയും വേലുക്കുട്ടി അരയനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ അത് C കൃഷ്ണനാണ്. 1921. എന്നാൽ ചേരമൻ ദൈവസഭ പാമ്പാടി ജോൺ ജോസഫാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും.
പേപ്പറിൽ എഴുതി വെക്കുക. പലതവണ നിങ്ങൾ കാണാതെ പറയാൻ നോക്കുക, മറ്റൊരു പേപ്പറിൽ എഴുതിയിട്ട്, എന്നിട്ട് ഇത് നോക്കുക ശരിയാണോ എന്ന്. മെല്ലെ മെല്ലെ നിങ്ങൾക്കത് റെഡിയാവും. ജാതിനാശിനി സഭ, സോളമൻ മർക്കോസ് ആണ് ജാതിനാശിനി സഭ കൊണ്ടുവരുന്നത്. സനാതന ധർമ്മ വിദ്യാർത്ഥിനി സംഘം ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആനന്ദ തീർത്ഥനാണ്. ഞാൻ പറഞ്ഞ വഴിയിൽ ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നോർക്കും. ഇതൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചോദിച്ചതാണ്. ആത്മബോധോദയ സംഘം ആഗമാനന്ദ സ്വാമി. കേരള പുലയ മഹാസഭ KPMS ശുഭാനന്ദ ഗുരുദേവൻ. അഭിനവ ഭാരത് യുവക് സംഘം PK ചാത്തൻ മാസ്റ്റർ. സംഘടനകളുടെ പേര് കൂടുക എന്നുള്ളതല്ലാതെ കുറയാൻ സാധ്യതയില്ല. കാരണം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പുതിയ പുതിയ സംഘടനകൾ വരും. ഇതൊന്ന് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ ആളുകളാണ്, 10-20 ആളുകളെ ഓർമ്മിച്ച് വയ്ക്കുകയും 10-20 സംഘടനകളെ ഓർമ്മിച്ച് വെക്കേണ്ടുള്ളൂ. നിങ്ങൾക്കൊരു പരിചയമില്ലാത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ തോന്നുന്നത്. അതിന് എന്തെഴുതുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് വേറൊരു പേപ്പറിൽ നമ്മൾക്ക് കാണാതെ എഴുതാൻ പറ്റുമോ നോക്കുക. ഒരു ദിവസമല്ല, ആദ്യം ഒരു ദിവസം ചെയ്തു, തെറ്റുകൾ ഒന്നും കൂടി നോക്കി, പരമാവധി കണക്ട് ചെയ്യാൻ നോക്കി, അതിനുശേഷം അടുത്ത ദിവസം ചെയ്തു. അങ്ങനെ നമുക്കൊരു 5-10 മിനിറ്റ് ഒരു ദിവസം ചെലവഴിച്ചാൽ ഒരു ആഴ്ച കൊണ്ട് നമ്മുടെ മനസ്സ് കയറും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളതാണ്. വൈകുണ്ഠസ്വാമിയല്ല വില്ലുവണ്ടി സമരം നയിച്ചത്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമത്വ സമാജം, സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇവിടെ തെറ്റുണ്ട് കേട്ടോ. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയാണ് ശബ്ദമുയർത്തിയത്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഈ മേൽമുണ്ട് ധരിക്കൽ അച്ചിപ്പുടവ സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ നമുക്കറിയാം, മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നതിൻ്റെ ആശയത്തിന് പ്രചോദനം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. അതുകൊണ്ട് ഇവിടെ വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധമില്ലാത്തത്. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളവിടെ മറ്റ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇതിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് വേണ്ടത്ര പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എടുത്ത ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ വെച്ചിട്ടാണ്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ചോദിക്കാറ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഈ 2 എണ്ണമാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറ്. പ്രാചീന മലയാളവും അതുപോലെ തന്നെ വേദാധികാര നിരൂപണവും. ശ്രീനാരായണ ഗുരു നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട ഒന്നാണ്. ഒട്ടനവധി ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാത്തതാണ്, പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ വന്നതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. അത് മറ്റൊരു ക്ലാസ് ആയി തന്നെ തരുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ മുന്നേ ഒരു ക്ലാസ് നടന്നതാണ്. ഇപ്പോഴത്തെ പുതിയ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി തരുന്നുണ്ട്. വാഗ്ഭടാനന്ദനെ ഓർക്കുമ്പോൾ വാക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യയെ ചേർത്താൽ ആത്മവിദ്യാസംഘം. അതേസമയം ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, അവിടെ ആനന്ദമുണ്ട്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിക്കുന്നത് കുമാര ഗുരുദേവനാണ്. അയ്യങ്കാളി സാധുജന പരിപാലന യോഗമാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. ഒട്ടനവധി സംഘടനകളുണ്ട് അല്ലേ? സൂര്യോദയം, ജ്ഞാനോദയം, ചന്ദ്രോദയം തുടങ്ങിയ അരയ സമുദായവുമായി ബന്ധപ്പെട്ട സഭകൾ എല്ലാം ചേരുന്നത് അവിടെയാണ്. C കേശവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് കണക്ട് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. അതേസമയം തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ ഓർക്കുന്നുണ്ടോ? ആര് സംഘടിപ്പിച്ചു? മറന്നുപോയോ? യോഗക്ഷേമ സഭ VT-യാണ്. സമത്വ സമാജം നിങ്ങൾക്കറിയാം, അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ ഞാൻ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒന്ന് പോയി എടുത്തു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ. വിവേകോദയം SNDP-യുടെ മാസികയാണ്, നിങ്ങൾക്കറിയാം അല്ലേ? വിവേകോദയം SNDP അത് സ്ഥാപിച്ചത് ആരാണ്? കുമാരനാശാനാണ്. അതിൻ്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദനാണ്. വിവേകോദയത്തിന്
അല്ല ഇന്ന് SNDPയുടെ മുഖോത്തരം. ഇന്നത് യോഗനാഥമാണ്. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്, നോക്കൂ ചോദ്യം ആവർത്തിച്ചു, ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. എന്നാൽ ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്താനാണ് മറ്റൊരു ചോദ്യം. അതിൽ വരുമ്പോൾ നമുക്കറിയാം വാഗ്ഭടാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഗ്ഭടാനന്ദൻ വാക്കും വിദ്യയും ആത്മവിദ്യാസംഘമാണ്. ഈ ആനന്ദം കണ്ടിട്ട് വരരുത്, മറ്റൊരു ബ്രഹ്മാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ വാക്കും വിദ്യയുമാണ് ആത്മവിദ്യാസംഘം. അപ്പോൾ 1B നോക്കുക, ഇവിടെ 1B ആണ്, ഇവിടെയും 1B ആണ്. ബാക്കി 2 പോയി. എയും ബിയും ഡിയും ഇനി നമുക്ക് നോക്കണ്ട, എയും സിയും നോക്കിയാൽ മതി. രണ്ടാമത്തേത് സഹോദരൻ അയ്യപ്പൻ, വളരെ എളുപ്പമാണ്, അത് സഹോദര പ്രസ്ഥാനമാണ്. അപ്പോൾ 2C ആണ്, ഇവിടെയും 2C ആണ്, ഇവിടെയും 2C ആണ്. ഇനി 3 വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജമാണ്, 3A ആണ്. 3 ഇവിടെ D ആണ്, അതേസമയം 3 ഇവിടെ A ആണ്. അതുകൊണ്ട് ഓപ്ഷൻ C ആണ്. 1B എന്ന് പറഞ്ഞാൽ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഇങ്ങനെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അയ്യങ്കാളി നമുക്കറിയാം സാധുജന പരിപാലന സംഘമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ്. വാഗ്ഭടാനന്ദനാണ് ഇവിടെ തെറ്റിയത്, അല്ലേ? വാഗ്ഭടാനന്ദൻ സമത്വ സമാജം അല്ല. വാഗ്ഭടാനന്ദൻ നമുക്കറിയാം ആത്മവിദ്യാസംഘമാണ്. സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുകൊണ്ട് ഇവിടെ തെറ്റിയിട്ടുള്ളത് 3 മാത്രമാണ്. അതുകൊണ്ട് 3 മാത്രം എന്നുള്ള B എന്നുള്ള ഓപ്ഷനാണ് അവിടെ ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ A വിഭാഗത്തിൽ നിന്ന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികൾ എന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചത് നമുക്കറിയാം ആത്മവിദ്യാസംഘമാണ്. വൈകുണ്ഠസ്വാമികൾ ഇവിടെ തന്നിട്ടുണ്ട്, ആത്മവിദ്യാസംഘമാണ്. അപ്പോൾ A1 ആണ് വരേണ്ടത്, അല്ലേ? നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്? A1 ആണ് വരേണ്ടത്. അപ്പോൾ A1 എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ഞാൻ അങ്ങനെ എഴുതിയെടുത്ത് തെറ്റുണ്ട്, അല്ലേ? ABCD അങ്ങനെ വന്നു. ഓപ്ഷൻ കറക്റ്റായിട്ട് തന്നിട്ടില്ല, സാരല്ല. A1 ആണ് വരേണ്ടത്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത് നമുക്കറിയാം സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികൾ. അയ്യൻകാളി എന്ന് പറയുന്നത് സാധുജന പരിപാലന യോഗമാണ്, സാധുജന പരിപാലന സംഘമാണ്. വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘമാണ്. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയാണ്. ഓർത്തിരിക്കുക, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിട്ടുണ്ടാവും. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും. ഇങ്ങനെ 10 ചോദ്യങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.